ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾ എത്തുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തിരിക്കുകയാണ്. ECIR രജിസ്റ്റർ ചെയ്തു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളായിരിക്കും അന്വേഷണ പരിധിയിൽ വരിക? വിശദമായി പരിശോധിക്കുകയാണ് ആജ്ഞ രവീന്ദ്രൻ ചേരുന്ന വിവരങ്ങളുമായി. ആജ്ഞ, നേരത്തെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അതിന് പിന്നിൽ അന്തർ സംസ്ഥാന ബന്ധമുണ്ട്, അന്താരാഷ്ട്ര ബന്ധമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ കേസ് അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾ എത്തണമെന്നാണ്. പക്ഷേ അതിനുശേഷം പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഉൾപ്പെടെ വ്യക്തമാക്കിയ കാര്യം CBI ഈ കേസ് അന്വേഷിക്കാൻ വരേണ്ടതില്ല, കാരണം ഇതിന് അന്തർ സംസ്ഥാന ബന്ധം മാത്രമാണുള്ളതെന്നാണ്. പക്ഷേ ഈ കേസിന്റെ ഒരു സ്വഭാവം, അതായത് അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘത്തിനടക്കം ഇതിൽ ബന്ധമുണ്ടെന്ന് നേരത്തെ കോടതി ഉൾപ്പെടെ നിരീക്ഷിച്ചതാണ്. ആ രീതിയിലുള്ള സംശയം പ്രകടിപ്പിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. പല ഉന്നതരിലേക്കും അന്വേഷണം നീങ്ങുന്നു. അതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരുന്നു. അതായത് തന്ത്രിയെ SIT കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടി പുറത്തു വരുന്നു. ആദ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കാൻ എത്തുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ്. ആജ്ഞ, എന്തൊക്കെയായിരിക്കും അന്വേഷണ പരിധിയിൽ വരിക? ആദ്യമായി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പരിധിയിൽ സ്വർണ്ണക്കൊള്ള വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ SIT ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിക്കുന്ന സാഹചര്യത്തിലൊക്കെയും മറ്റുള്ള നിരവധി ആളുകളെ ചോദ്യം ചെയ്യാൻ എടുക്കുന്ന സാഹചര്യത്തിലൊക്കെയും ED ഇതിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് SIT സമീപിച്ചത്. പക്ഷേ അത് SIT നൽകാൻ തയ്യാറായിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലായിരുന്നു ആ കേസ് നടന്നിരുന്നത്. അത് കോടതിയുടെ ഉത്തരവില്ലാതെ അതിൽ SITക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അതേസമയം കൊല്ലം കോടതിയാണ് പിന്നീട് EDക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ നൽകാൻ SITയോട് ആവശ്യപ്പെടുന്നത്. അതിനുശേഷമാണ് SIT ഇതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിന്റെ അടക്കമുള്ള രേഖകൾ EDക്ക് കൈമാറുന്നത്. ഈ രേഖകൾ പരിശോധിച്ച ശേഷമാണ് ED സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ EDക്ക് ലഭിച്ചിരുന്നു. ഈ കൊച്ചിയിലെ സോണൽ ആജ്ഞയിലേക്ക് എത്താൻ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ നിർണായക നീക്കം. തന്ത്രിയെ SIT ചോദ്യം ചെയ്യുകയാണ്. SIT തന്ത്രിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, വളരെ സുപ്രധാനമായ നീക്കമാണ്. തന്ത്രി കണ്ഠരര് രാജീവരെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു. വിവരങ്ങൾ. നേരത്തെ തന്നെ മകരവിളക്കിന് മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായൊരു നീക്കം SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ച തന്നെ അങ്ങനെയൊരു ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കേസുമായി ബന്ധപ്പെട്ട തന്ത്രിമാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. പക്ഷേ വളരെ സുപ്രധാനമായൊരു നീക്കമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ചോദ്യം ചെയ്യാനായി തന്ത്രി കണ്ഠരര് രാജീവരെ ക്രൈംബ്രാഞ്ച് വിളിച്ചു വരുത്തിയത്. തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതിന് പിന്നിൽ തന്ത്രിക്ക് കൃത്യമായ ഒരു പങ്കുണ്ട് എന്ന് ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലാണ് ആദ്യം കണ്ടെത്തിയത്. അതിനുശേഷം പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിന്റെ മറ്റ് വശങ്ങളിലേക്ക് കടക്കുകയും ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൈമാറുകയും ചെയ്തിരുന്നു. അപ്പോൾ മുതൽ തന്നെ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഈ കേസുമായി ബന്ധമുള്ള ഈ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോറ്റിയുമായി പല സ്ഥലങ്ങളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട് ഇദ്ദേഹം എന്നും തന്ത്രി കണ്ഠരര് രാജീവരെന്നും നേരത്തെ തന്നെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.